ചക്രവാണി ക്ലാസ്സസ് 2.0 ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മൾ സ്പോർട്സ് ടോപ്പിക്കുകളിൽ ഒളിമ്പിക്സ് കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കുന്നത് സ്പോർട്സിലെ ഓരോ കായിക ഇനങ്ങളായിട്ട് എടുത്ത് വേർതിരിച്ച് പഠിക്കാനാണ് ശ്രമിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ക്രിക്കറ്റാണ്. ക്രിക്കറ്റ് പറഞ്ഞു തുടങ്ങുമ്പോൾ ക്രിക്കറ്റിൽ എത്ര കളിക്കാരുണ്ട്, ഇതാണ് ബേസിക് ആയിട്ട് PSC നമ്മളോട് ചോദിച്ചു തുടങ്ങുക. ക്രിക്കറ്റിലുള്ള ആകെ കളിക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 11 പേരാണ്. 11 പേരാണ് ഒരു ക്രിക്കറ്റ് ടീമിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു സമയം ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ എത്ര കളിക്കാരുണ്ടാവും? ഒരു സമയം ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ 13 കളിക്കാരുണ്ടാവും. അതെങ്ങനെയാണ്? ഒരു സമയം ഫീൽഡ് ചെയ്യുന്ന ടീം, അതായത് പന്ത് എറിയുന്ന ടീമിൽ നിന്ന് ഫീൽഡ് ചെയ്യാൻ വേണ്ടി 11 കളിക്കാരും ഇനി ബാറ്റർമാർ അല്ലെങ്കിൽ ബാറ്റർമാരായിട്ട് 2 പേരും ഉണ്ടാവും. അങ്ങനെയാണ് പൊതുവിൽ 13 പേര് ഒരു സമയം ഗ്രൗണ്ടിലുണ്ടാവും. അപ്പോൾ ഒരു ടീമിൽ ആകെ അംഗങ്ങൾ എത്രയാണെന്ന് ചോദിച്ചാൽ 11 പേരാണ്. ഇനി 11 വരുന്ന മറ്റ് 2 കായികവും കൂടെ നമ്മൾ നോക്കിയാലോ? HCF എന്നൊരു കോഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഹോക്കി, ക്രിക്കറ്റ്, ഫുട്ബോൾ, ഇത് മൂന്നിലും ഒരു ടീമിൽ എത്ര കളിക്കാരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 11 വീതം കളിക്കാരാണ്. ഇനി ക്രിക്കറ്റിലോട്ട് മുന്നിലേക്ക് വരുമ്പോഴത്തേക്കും ക്രിക്കറ്റിൻ്റെ അന്താരാഷ്ട്ര സംഘടന ഏതാണ്? ക്രിക്കറ്റിൻ്റെ അന്താരാഷ്ട്ര സംഘടന എന്ന് പറയുന്നത് ICC ആണ്. ICC, അതായത് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ. എന്നാണ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ രൂപീകരിച്ചത്? 1909 ജൂൺ 15 ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ രൂപീകരിച്ചത്. അത് പറയേണ്ട ഏറ്റവും വലിയ കാരണം നിലവിലെ കറണ്ട് അഫെയർ ഫാക്റ്റാണ്. ആരാണ് നിലവിൽ ICCയുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഇന്ത്യക്കാരനായ ജയ്ഷായാണ്. ജയ്ഷായാണ് നിലവിൽ ICCയുടെ ചെയർമാൻ അല്ലെങ്കിൽ പ്രസിഡന്റ് എന്ന് പറയുന്നത് ജയ്ഷായാണ്. ഇനി മുന്നോട്ട് വരുമ്പോൾ ഇന്ത്യയിലും ഉണ്ടാവും ഇതുപോലെ ഒരു അന്താരാഷ്ട്ര റെഗുലേറ്ററി ബോഡി. അന്താരാഷ്ട്ര റെഗുലേറ്ററി ബോഡിയാണ് ICC. അതുപോലെ ഇന്ത്യയിൽ ക്രിക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ഏത് ഏജൻസി ആണെന്ന് ചോദിച്ചാൽ അത് BCCI ആണ്. BCCI രൂപീകരിച്ചത് 4 ഡിസംബർ 1928. അപ്പോൾ ഇനി എന്താണ് BCCIയുടെ ഫുൾ ഫോം? ബോർഡ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ. ബോർഡ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ ആണ് BCCI. ഇനി നിലവിൽ ആരാണ് BCCIയുടെ അധ്യക്ഷൻ എന്ന് ചോദിച്ചാൽ അത് റോജർ ബിന്നിയാണ്. റോജർ ബിന്നി. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടത് ക്രിക്കറ്റിൽ ആകെ എത്ര കളിക്കാർ ഉണ്ട് എന്ന് ചോദിച്ചാൽ 11 കളിക്കാരാണ് ക്രിക്കറ്റിൽ ആകെ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ HCF കോഡ് വെച്ച് പഠിച്ചു. 3 കായിക ഇനങ്ങളിൽ ക്രിക്കറ്റ് ആയാലും ഫുട്ബോൾ ആയാലും ഹോക്കി ആയാലും 11 താരങ്ങൾ തന്നെയാണ് ഉണ്ടാവുക. ഇനി നമുക്കൊന്ന് പ്രധാനപ്പെട്ട 1-2 പദങ്ങൾ കൂടെ നോക്കാം. ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് PSC പൊതുവിൽ ചോദിക്കാറുള്ള പദങ്ങളാണ്. ഒന്ന് ലെഗ് ബൈ. ലെഗ് ബൈ എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ക്രിക്കറ്റാണ്. അതേപോലെ ബൈ, ലെഗ് ബൈ. ചൈനാമാൻ എന്ന പദം ചോദിച്ചാലും ക്രിക്കറ്റാണ്. ഇനി ഇന്ത്യയിലെ ചൈനാമാൻ, ഇന്ത്യയിൽ ഒരു പ്ലെയറിനെ ചൈനാമാൻ എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ ചൈനാമാൻ ആരാണെന്ന് ചോദിച്ചാൽ അത് കുൽദീപ് യാദവ് ആണ്. കുൽദീപ് യാദവ് തന്നെയാണ് ഇന്ത്യൻ ചൈനാമാൻ എന്ന് പറയപ്പെടുക. പിന്നെ PSC ഇടക്കാലങ്ങളിൽ ചോദിക്കാനുള്ളൊരു പദമാണ് ഗൂഗ്ലി എന്നുള്ള പദവും ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ ഡക്വർത്ത് ലൂയി നിയമം, അത് ഇപ്പോൾ ചോദിക്കാൻ കൂടുതൽ ചാൻസ് ഉള്ളൊരു ചോദ്യമാണ്. ഒരു കറണ്ട് അഫെയർ ഫാക്റ്റ് കൂടെയാണ് അവിടെ വരിക. ഡക്വർത്ത് ലൂയി എന്ന് പറയുന്നത് 2 ഗണിതശാസ്ത്രജ്ഞന്മാരുടെ പേരാണ്. ഫ്രാങ്ക് ഡക്വർത്തും ടോണി ലൂയിസും. ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ക്രിക്കറ്റ് കളി നടന്നുകൊണ്ടിരിക്കുമ്പോൾ മഴ പെയ്യും. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നിശ്ചിത ഓവറുകൾ നമുക്ക് എറിഞ്ഞ് പൂർത്തിയാക്കാൻ കഴിയില്ല. ആ സാഹചര്യങ്ങളിൽ ഓവർ ചുരുക്കി വിജയ റണ്ണും മറ്റുമൊക്കെ പുതുക്കി നിശ്ചയിക്കും. ആ നിയമത്തിനെയാണ് ഡക്വർത്ത് ലൂയി നിയമം എന്ന് പറയുക. അപ്പോൾ ഡക്വർത്ത് ലൂയി നിയമം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്രിക്കറ്റാണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഡക്വർത്ത് ലൂയി നിയമം ക്രിക്കറ്റാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒന്നാണ് ആഷസ്. ഏത് ഇനവുമായി ബന്ധപ്പെട്ടതാണെന്ന് വെച്ചാൽ ക്രിക്കറ്റാണ്. ഇനി ആഷസ് കളിക്കുന്ന രാജ്യങ്ങളാണ് ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും. ഇനി മുന്നോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്നത് ക്രിക്കറ്റിലെ പ്രധാനപ്പെട്ട ഇന്ത്യക്കകത്ത് നടക്കുന്ന ചില ടൂർണമെന്റുകളാണ്. അത് PSC ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് ഏതൊക്കെ ടൂർണമെന്റുകളാണെന്ന്. ഒന്നാണ് പ്രധാനപ്പെട്ടത് രഞ്ജി ട്രോഫി. രഞ്ജി ട്രോഫി ഇന്ത്യക്കകത്ത് നടക്കുന്ന ഒരു ടൂർണമെന്റ് ആണ്. അതുപോലെ ഇറാനി കപ്പ്, പിന്നെ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി, ദിലീപ് ട്രോഫി, അതേപോലെ വിജയ് ഹസാരെ ട്രോഫി. ഈ ട്രോഫികൾ ഏത് ഇനവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ അത്
ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ഇനങ്ങളാണെന്ന് ഓർത്തു വയ്ക്കുക. ഇനിയാണ് നമ്മൾ പ്രധാനപ്പെട്ട ഒരു ഏരിയയിലേക്ക് പോകുന്നത്, ക്രിക്കറ്റിലെ ഫോർമാറ്റുകൾ. ഏതൊക്കെയാണ് ക്രിക്കറ്റിൻ്റെ ഫോർമാറ്റുകൾ? നമ്മുടെ ബോർഡിൽ നിങ്ങൾക്ക് കാണാം, ക്രിക്കറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. T20, ODI, ടെസ്റ്റ്, ഇങ്ങനെയാണ് മൂന്നായിട്ട് തിരിച്ചിരിക്കുക. ഇത് മൂന്നുമാണ് ക്രിക്കറ്റിലെ പ്രധാനപ്പെട്ട ഫോർമാറ്റുകൾ എന്ന് പറയുക. അപ്പോൾ എന്താണ് T20? T20 എന്ന് പറഞ്ഞാൽ 20 ഓവറുകളുള്ള മത്സരങ്ങളെയാണ് T20 എന്ന് പൊതുവിൽ പറയുക. അപ്പോൾ 20 ഓവർ, ഒരു ടീമിന് 20 ഓവർ വീതം ബാറ്റ് ചെയ്യാൻ കിട്ടും എന്നുള്ളതിനെയാണ് T20 കൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ അതിന് നമ്മൾ ഇന്നിങ്സ് എന്നാണ് പറയുക. 2 ഇന്നിങ്സ് ആയിരിക്കും ഒരു മത്സരത്തിൽ ഉണ്ടായിരിക്കുക. T20യെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഒരു ടീം ബാറ്റ് ചെയ്യും, അതിനുശേഷം മറ്റൊരു ടീം ബാറ്റ് ചെയ്യും. അപ്പോൾ ഒരു ടീമിന് 20 ഓവറാണ് ബാറ്റ് ചെയ്യാൻ ലഭിക്കുക. ഇനി ഒരു ഓവർ എന്ന് പറഞ്ഞാൽ എത്ര പന്താണ്? ഒരു ഓവർ എന്ന് പറഞ്ഞാൽ 6 പന്തുകൾ ചേർന്നതാണ് ഒരു ഓവർ. അപ്പോൾ ഒരു ഓവറിനകത്ത് എത്ര പന്തുണ്ടെന്ന് വേണമെങ്കിൽ ചോദിക്കാം, 6 പന്ത്. അങ്ങനെയാണെങ്കിൽ ഒരു ഇന്നിങ്സിൽ 20 ഓവറാണുള്ളത്, ആകെ എത്ര പന്ത് എറിയണം, നോർമലി എത്ര പന്ത് എറിയണമെന്ന് ചോദിച്ചാൽ 120 പന്താണ്. ഈ ഒരു ലോജിക്ക് ഒരു പക്ഷേ മാത്തമാറ്റിക്സിൽ ആവശ്യം വരും. നമ്മുടെ ഗണിതവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ അതിനകത്ത് ബാറ്റർമാരുടെ ആവറേജ് അല്ലെങ്കിൽ ഓവറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും കിട്ടാറുണ്ട്. അപ്പോൾ ഒരു ഓവറിൽ 6 പന്താണുള്ളതെന്ന് ഓർത്ത് വയ്ക്കുക. ഇനി മുന്നോട്ട് വരുമ്പോൾ ഒരു ഫോർമാറ്റായി T20. അടുത്തതാണ് ODI. ODI എന്ന് പറഞ്ഞാൽ ഒരു ഇന്നിങ്സിൽ 50 ഓവറുള്ള മത്സരങ്ങളെയാണ് ODI എന്ന് പറയുക. 1 ഡേ ഇൻ്റർനാഷണൽ എന്നാണ് അതിൻ്റെ എക്സ്പാൻഷൻ. ഇനി മൂന്നാമത്തെ ഇനമാണ് ടെസ്റ്റ്. ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 5 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന മത്സരങ്ങളാണ് ടെസ്റ്റ്. ഇവിടെ പ്രത്യേകത, ഒരു ടീമിന് ബാറ്റ് ചെയ്യാൻ 2 ഇന്നിങ്സ് വീതം കിട്ടും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അങ്ങനെ 5 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന മത്സരങ്ങളാണ് ടെസ്റ്റ്. അതിന് ഒരു ഓവർ ഇത്ര ഓവറാണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. ഇതാണ് ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റ്. ഈ ഫോർമാറ്റുകൾ വെച്ചിട്ടാണ് നമ്മുടെ ലോകകപ്പും മറ്റുമൊക്കെ പറയുക. ഇനി T20യുടെ ഉദാഹരണങ്ങളാണ് ദേശീയ തലത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാണ് T20 ലോകകപ്പ്. T20 ലോകകപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2024 കണ്ടു. അത് വരുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇവിടെയാണ്. T20 ലോകകപ്പിൻ്റെ ഒരു ഉദാഹരണമാണ് 2024 2020 ലോകകപ്പ്. അതേപോലെ 2023 ഏകദിന ലോകകപ്പ്, അത് ഈ ODIക്ക് എക്സാമ്പിളാണ്. ഇനി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഓരോ 2 വർഷവും നടന്നു വരുന്നതാണ് ഇപ്പോഴത്തെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പുകൾ. അത് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ കാണും. അപ്പോൾ ഈ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇനി IPL ഏതിൽ വരും? അതൊരു ദേശീയ ടൂർണമെൻ്റ് ആണ്, ഇന്ത്യൻ പ്രീമിയർ ലീഗ്, അതാണ് IPL. അത് T20ക്കകത്ത് വരും. കാരണം 20 ഓവറുള്ള മത്സരങ്ങളാണ് IPL നടത്തുക. ഇനി ഇതുവരെ നമ്മൾ ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റുകളും കണ്ടു. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് കറണ്ട് അഫെയർ റിലേറ്റഡ് ഫാക്റ്റുകളിലേക്കാണ്. 2023 ഏകദിന ലോകകപ്പ്. അപ്പോൾ നമ്മൾ കാണേണ്ടത് ഏകദിന ലോകകപ്പ് എന്ന് പറഞ്ഞാൽ 50 ഓവറുള്ള മത്സരങ്ങളെയാണ്, ഒരു ഇന്നിങ്സിൽ 50 ഓവറുള്ള മത്സരങ്ങളെയാണ് ഏകദിന ലോകകപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഏകദിന ലോകകപ്പ് നടന്നത് എവിടെയാണ്? 1975 ആദ്യ ഏകദിന ലോകകപ്പ് നടന്നത്. അത് നടന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ ലോർഡ്സിലാണ്. ലോർഡ്സ് ഇംഗ്ലണ്ടിലാണ്. ഇനി ക്രിക്കറ്റിൻ്റെ മെക്ക എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാലും ലോർഡ്സ് ആണ്. അതേസമയം ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ മെക്ക ഏതാണെന്ന് ചോദിച്ചാൽ അത് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിലാണ്. കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസ് ആണ് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ മെക്ക എന്നറിയപ്പെടുന്നത്. ഇനി ഈഡൻ ഗാർഡൻസ് കൊൽക്കത്തയിലാണെന്ന് പറഞ്ഞു. കൊൽക്കത്ത എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്, വെസ്റ്റ് ബംഗാളിലാണ് ഈഡൻ ഗാർഡൻസ്. പശ്ചിമ ബംഗാളിൻ്റെ നിലവിലെ മുഖ്യമന്ത്രി ആരാണ്? അത് മമതാ ബാനർജിയാണ്. അതേസമയം വേറൊരു വനിതാ മുഖ്യമന്ത്രി ഉള്ളത് എവിടെയാണ്? ഡൽഹിയിലാണ്. ഡൽഹിയിലെ മുഖ്യമന്ത്രി അതിഷി മർലേനയാണ്, ആം ആദ്മി പാർട്ടിയാണെന്നും ഓർത്തു വയ്ക്കുക. അപ്പോൾ നമ്മൾ സംസാരിക്കേണ്ടത് ഏകദിന ലോകകപ്പാണ്. പ്രഥമ ഏകദിന ലോകകപ്പ് നടന്നത് 1975. അന്ന് വിജയിച്ചത് വെസ്റ്റ് ഇൻഡീസാണ്. ഇനി രണ്ടാമത്തെ ലോകകപ്പ് ഏകദിനം നടന്നത് 1979. അതിൻ്റെയും വേദി ലോർഡ്സ് തന്നെയായിരുന്നു. വിജയിച്ചത് ചോദിച്ചാലും വെസ്റ്റ് ഇൻഡീസാണ്. 1983 ലോകകപ്പാണ് ഏറ്റവും പ്രധാനം. അതിൻ്റെ കാരണം ഇന്ത്യ ആദ്യമായിട്ട് ഒരു ലോകകപ്പ് അല്ലെങ്കിൽ ഇന്ത്യ ആദ്യമായിട്ട് ഏകദിന ലോകകപ്പ് നേടിയത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ അത് 1983. 1983 ഏത് രാജ്യത്തെ പരാജയപ്പെടുത്തി എന്നാണ് ചോദ്യമെങ്കിൽ അത് വെസ്റ്റ് ഇൻഡീസ് തന്നെയാണ്. അപ്പോൾ 1983 ലോകകപ്പ് ജയിച്ചത് ഇന്ത്യയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആരായിരുന്നു? കപിൽ ദേവ് ആയിരുന്നു ഇന്ത്യയുടെ ക്യാപ്റ്റൻ. ഇനി ആരാണ്? യശ്പാൽ ശർമ്മ. 1983 ലോകകപ്പിൽ പങ്കെടുത്ത താരമാണ് യശ്പാൽ ശർമ്മ. ഇത് PSC 1 മാർക്ക് ചോദ്യമാണ്.
ഇനി അവസാനമായിട്ട് ഇന്ത്യ ഏകദിന ലോകകപ്പ് ജയിച്ച വർഷം ഏതാണ്? അത് 2011 2011 ലോകകപ്പ് നടന്നത് ഇന്ത്യയിലും ശ്രീലങ്കയിലും ബംഗ്ലാദേശിലുമായിട്ടാണ് 2011 ലോകകപ്പ് നടന്നത്. ആ ലോകകപ്പിൽ ഇന്ത്യ വിജയിച്ചു. ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏത് രാജ്യത്തെയാണെന്ന് ചോദിച്ചാൽ ശ്രീലങ്കയാണ്. ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആരായിരുന്നു ചോദിച്ചാൽ മഹേന്ദ്ര സിംഗ് ധോണിയാണ്. MS ധോണി, മഹേന്ദ്ര സിംഗ് ധോണിയാണ് ഇന്ത്യയുടെ ക്യാപ്റ്റൻ. അതേസമയം ആ ടൂർണമെന്റിന്റെ താരം ആയി തിരഞ്ഞെടുത്തത് ആരാണെന്ന് ചോദിച്ചാൽ അത് യുവരാജ് സിംഗ് ആയിരുന്നു. യുവരാജ് സിംഗ്. MS ധോണിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. നിലവിൽ SBI ബാങ്കിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരെന്ന് ചോദിച്ചാൽ MS ധോണിയാണ്. അതേപോലെ ജാർഖണ്ഡിലെ തിരഞ്ഞെടുപ്പിന്റെ ബ്രാൻഡ് ഐക്കൺ ആരെന്ന് ചോദിച്ചാലും MS ധോണിയാണെന്ന് ഓർത്ത് വെക്കുക. 2011 ലോകകപ്പ് നമ്മൾ പറയുമ്പോൾ ഓർത്ത് വെക്കേണ്ടതാണ് മലയാളി സാന്നിധ്യം. ആ ലോകകപ്പിലെ മലയാളി സാന്നിധ്യമായിരുന്നു S ശ്രീശാന്ത്. മലയാളിയായ S ശ്രീശാന്ത് ആ ലോകകപ്പിൽ പങ്കെടുത്ത് മത്സരിച്ച താരമാണ് S ശ്രീശാന്ത്. അപ്പോൾ 2011 ലോകകപ്പായി. ഇനി നമ്മൾ നോക്കേണ്ടതാണ് കറണ്ട് അഫെയർ ഫാക്ട് 2023 ലോകകപ്പ്. 2023 ലോകകപ്പ് നടന്നത് ഇന്ത്യയിലാണ്. അപ്പോൾ അവിടെ ഒരു ചോദ്യമുണ്ട്, പൂർണ്ണമായും ഇന്ത്യയിൽ നടന്ന ഏകദിന ലോകകപ്പ് ഏതെന്ന് ചോദിച്ചാൽ അത് 2023 ലോകകപ്പാണ്. 2011 ഇന്ത്യ വേദി ആയിരുന്നെങ്കിലും ഇന്ത്യയോടൊപ്പം മറ്റ് രാജ്യങ്ങളും അതിൽ പങ്കാളികളായിരുന്നിട്ടുണ്ട്. നമ്മൾ കണ്ടു 2023 ലോകകപ്പിന്റെ വേദി എന്ന് പറഞ്ഞത് ഇന്ത്യ ആയിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ലോകകപ്പ് വിജയിച്ച രാജ്യം ഏതാണ്? 2023 ലോകകപ്പ് വിജയിച്ച രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയ ഇന്ത്യയെ പരാജയപ്പെടുത്തിയാണ് ഈ ടൂർണമെന്റ് വിജയിച്ചത്. അങ്ങനെയാണെങ്കിൽ ആരാണ് ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റൻ ആയിരുന്നത്? ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് ആയിരുന്നു. പാറ്റ് കമ്മിൻസ്. അതേസമയം ഇന്ത്യയുടെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയായിരുന്നു. ഇന്ത്യയുടെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ. ഇനി ഈ ടൂർണമെന്റിന്റെ താരമായി തിരഞ്ഞെടുത്താരെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയുടെ മുൻ നായകനായിരുന്ന വിരാട് കോഹ്ലിയാണ്. വിരാട് കോഹ്ലി ആയിരുന്നു ടൂർണമെന്റിന്റെ താരം. അതേസമയം ഫൈനലിലെ താരം ആയി തിരഞ്ഞെടുത്തത് ഓസ്ട്രേലിയയുടെ ട്രാവിസ് ഹെഡ് ആണ്. ട്രാവിസ് ഹെഡ് ഫൈനലിലെ താരം. ഇനി ഈ ലോകകപ്പിനെ കുറിച്ച് റെക്കോർഡുകളാണ്. ഈ ലോകകപ്പിൽ കൂടുതൽ റണ്ണ് നേടിയ താരം ആരാണെന്ന് ചോദിച്ചാൽ അത് വിരാട് കോഹ്ലിയാണ്. 765 റണ്ണാണ് വിരാട് കോഹ്ലി നേടിയത്. അതേസമയം രണ്ടാം സ്ഥാനത്ത് എത്തിയ ബാറ്റർ ആരെന്ന് ചോദിച്ചാൽ അത് രോഹിത് ശർമ്മയാണ്. ഇന്ത്യയുടെ ക്യാപ്റ്റൻ കൂടിയായിരുന്നു രോഹിത് ശർമ്മ. ഇനി ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം ഇന്ത്യയുടെ തന്നെ മുഹമ്മദ് ഷമി ആയിരുന്നു. മുഹമ്മദ് ഷമി. അദ്ദേഹത്തിനെ കുറിച്ച് ഓർക്കേണ്ട ഒരു കറണ്ട് അഫെയർ ഫാക്റ്റ് ആണ്, 2023 അദ്ദേഹത്തിന് അർജുന പുരസ്കാരം ലഭിക്കുന്നത്. ഇനി ഈ ലോകകപ്പിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, വിജയികളെയും കണ്ടു. ഈ ലോകകപ്പിൽ ആകെ പങ്കെടുത്ത രാജ്യങ്ങൾ എത്രയാണ്? 2023 ഏകദിന ലോകകപ്പിനെ സംബന്ധിച്ച് ആകെ പങ്കെടുത്ത രാജ്യങ്ങൾ 10 ആണ്. 10 ടീമുകളാണ് ഇതിൽ പങ്കെടുത്തത്. ഇതിൽ വിജയിച്ചത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയയാണ്. ഇന്ത്യയെ പരാജയപ്പെടുത്തിയാണ് ഈ ടൂർണമെന്റിൽ ഇതായത് ഓസ്ട്രേലിയ വിജയിച്ചത്. 2023 ഫൈനൽ നടന്നത് ഏത് സ്റ്റേഡിയത്തിൽ എന്നായിരിക്കും ഒരു ചോദ്യം വരിക. ഫൈനൽ നടന്ന സ്റ്റേഡിയം ഏതാണെന്ന് ചോദിച്ചാൽ അത് നരേന്ദ്രമോദി സ്റ്റേഡിയമാണ്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം ആയിരുന്നു. ആ സ്റ്റേഡിയത്തിന്റെ പഴയ പേരാണ് മൊട്ടേറ സ്റ്റേഡിയം. മൊട്ടേറ സ്റ്റേഡിയം എന്നറിയപ്പെടുന്നത് നരേന്ദ്രമോദി സ്റ്റേഡിയം ആയിരുന്നു എന്നുള്ള ഓർത്തു വയ്ക്കുക. ഇനി ഇവിടെ പഠിക്കേണ്ട 2 പോയിന്റുകളുണ്ട്. 2023 ലോകകപ്പിന്റെ അംബാസിഡർമാർ. ഗ്ലോബൽ അംബാസിഡറും ഉണ്ട്, ബ്രാൻഡ് അംബാസിഡറും ഉണ്ട്. 2023 ലോകകപ്പിന്റെ ആഗോള അംബാസിഡർ അല്ലെങ്കിൽ ഗ്ലോബൽ അംബാസിഡർ ആരായിരുന്നു ചോദിച്ചാൽ അത് സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. സച്ചിൻ ടെണ്ടുൽക്കറിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ക്രിക്കറ്റിന്റെ ദൈവം എന്ന വിശേഷണം കൊടുത്തിരിക്കുന്നത് സച്ചിൻ ടെണ്ടുൽക്കറിനാണ്. മാസ്റ്റർ ബ്ലാസ്റ്റർ എന്നറിയപ്പെടുന്നതും സച്ചിൻ തന്നെയാണ്. ഭാരതരത്നം നേടിയ ആദ്യ കായിക താരം ആരെന്ന് ചോദിച്ചാലും സച്ചിനാണ്. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഭാരതരത്നം നേടുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാലും സച്ചിൻ ടെണ്ടുൽക്കർ തന്നെയാണ്. ക്രിക്കറ്റിൽ 100 സെഞ്ചുറികൾ, ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റും 3 ഫോർമാറ്റ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. രാജ്യാന്തര തലത്തിൽ എല്ലാ ഫോർമാറ്റുകളിലുമായി 100 സെഞ്ചുറികൾ നേടുന്ന ആദ്യ താരവും സച്ചിൻ ടെണ്ടുൽക്കറാണ്. ടെസ്റ്റിൽ 51 സെഞ്ചുറികളും ODIയിൽ ഏകദിനത്തിൽ 49 സെഞ്ചുറികളുമാണ് സച്ചിൻ നേടിയത്. അതേസമയം അവിടെ വീണ്ടും കറണ്ട് അഫെയർ ഫാക്റ്റ് ഉണ്ട്. ഏകദിനത്തിൽ 50 സെഞ്ചുറികൾ പൂർത്തിയാക്കുന്ന ആദ്യ താരം ആരെന്ന് ചോദിച്ചാൽ അത് സച്ചിൻ അല്ല, അത് വിരാട് കോഹ്ലിയാണ്. അപ്പോൾ ഏകദിനത്തിൽ
50 സെഞ്ചുറികൾ പൂർത്തിയാക്കുന്ന ആദ്യ താരം ആര് എന്ന് ചോദിച്ചാൽ അത് വിരാട് കോഹ്ലിയാണ്. അത് വിരാട് കോഹ്ലിയുടെ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയി. ഇനി അവിടെ വീണ്ടും കൺഫ്യൂഷൻ വരുന്നൊരു ഏരിയ ഉണ്ട്. ലോകകപ്പിനെ സംബന്ധിച്ചിടത്തോളം, ഏകദിന ലോകകപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന താരം ആര് എന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയുടെ ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മ. അപ്പോൾ ഏകദിന ലോകകപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന താരം ആരെന്ന് ചോദിച്ചാൽ രോഹിത് ശർമ്മയാണെന്നും ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഗ്ലോബൽ അംബാസിഡർ ആണ്. ഗ്ലോബൽ അംബാസിഡർ സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. അതേസമയം ആരായിരുന്നു ഈ ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ? ബ്രാൻഡ് അംബാസിഡർ ചോദിച്ചാൽ അത് ബോളിവുഡ് നടനായ ഷാറുഖ് ഖാൻ ആണ്. ഷാറുഖ് ഖാൻ. അപ്പോൾ നമ്മൾ തീർത്തത് ഏകദിന ലോകകപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ തവണ ഏകദിന ലോകകപ്പ് വിജയിച്ചിട്ടുള്ള രാജ്യം ഏതെന്നൊരു ചോദ്യം വന്നാലും അതിൻ്റെ ഉത്തരവും ഓസ്ട്രേലിയയാണ്. കാരണം ഇപ്പോൾ 6 തവണ ഓസ്ട്രേലിയ ഏകദിന ലോകകപ്പ് നേടിക്കഴിഞ്ഞു. ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് ആണെന്ന് നന്നായി ഓർത്ത് വയ്ക്കുക. ഇനി അടുത്ത് നമ്മൾ പോവേണ്ടത് 2020 ലോകകപ്പിലേക്കാണ്. 2020 ലോകകപ്പ് നമുക്കറിയാം 20 ഓവർ, ഒരു ഇന്നിങ്സിൽ 20 ഓവറുള്ള മത്സരങ്ങളെയാണ് T20 എന്ന് പറയുക. അപ്പോൾ ഒരു ഇന്നിങ്സിൽ എത്ര പന്തുണ്ടാവും? പൊതുവിൽ 20 × 6 120 പന്തായിരിക്കും ഒരു ഇന്നിങ്സിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ T20 ലോകകപ്പിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 2020 ലോകകപ്പ് നടന്ന വർഷം ഏതാണ്? അങ്ങനൊരു ചോദ്യം വന്നാൽ അതിൻ്റെ ഉത്തരം 2007. 2007 പ്രഥമ T20 ലോകകപ്പ് നടന്നത്. ആ ലോകകപ്പിൽ വിജയിച്ച രാജ്യം ചോദിച്ചാൽ നമ്മുടെ രാജ്യം തന്നെയാണ്, ഇന്ത്യയാണ് വിജയിച്ചത്. അന്ന് ഇന്ത്യയുടെ ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണി ആയിരുന്നു. ആ ടീമിലും അംഗമായ മലയാളിയാണ് എസ് ശ്രീശാന്ത്. ഇനി ആരെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഈ ലോകകപ്പ് വിജയിച്ചത്? പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയാണ് 2007 2020 ലോകകപ്പ് ഇന്ത്യ വിജയിച്ചത്. ഇനി നമ്മൾ വരുന്നത് 2024 2020 ലോകകപ്പിലേക്കാണ്. ഇത് 9ാമത്തെ 2020 ലോകകപ്പാണ് 2024 നടന്നത്. അതേസമയം ഓർക്കുക 13ാമത്തെ ഏകദിന ലോകകപ്പാണ് 2023 നടന്നത്. അപ്പോൾ ഏകദിന ലോകകപ്പ് 2023 എത്രാമത്തെ ആണെന്ന് ചോദിച്ചാൽ അത് 13ാമത്തെ ലോകകപ്പാണ്. അതേസമയം 2024 T20 ലോകകപ്പ് ചോദിച്ചാൽ അത് 9ാമത്തെ 2020 ലോകകപ്പാണ്. ഈ 2020 ലോകകപ്പിൽ ആകെ പങ്കെടുത്ത രാജ്യങ്ങൾ എത്രയാണെന്ന് ചോദിച്ചാൽ അത് 20 രാജ്യങ്ങളാണ്. 20 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. അതിൽ പുതുതായിട്ട് പങ്കെടുത്ത രാജ്യങ്ങളാണ് കാനഡയും ഉഗാണ്ടയും. പിന്നീട് അമേരിക്കയും ഈ ലോകകപ്പിൽ പങ്കെടുത്തിട്ടുണ്ട്. അമേരിക്ക എങ്ങനെയാണ് യോഗ്യത നേടിയതെന്ന് ചോദിച്ചാൽ അത് വേദി ആയതുകൊണ്ടാണ്. ഈ ലോകകപ്പിൻ്റെ വേദി അമേരിക്ക കൂടെ ആയിരുന്നതുകൊണ്ടാണ് അമേരിക്ക ഈ ലോകകപ്പ് കളിക്കാൻ യോഗ്യത നേടിയത്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് 2024 2020 ലോകകപ്പിൻ്റെ വേദികൾ ഏതൊക്കെയായിരുന്നു? അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലുമായിട്ടായിരുന്നു ഈ 2020 ലോകകപ്പ് നടന്നത്. അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലും. അപ്പോൾ ആരായിരുന്നു ഈ ലോകകപ്പ് വിജയിച്ചത്? ഇന്ത്യയാണ് വിജയിച്ചത്. 2024 2020 ലോകകപ്പ് വിജയിച്ചത് ഇന്ത്യയാണ്. പരാജയപ്പെടുത്തിയത് ആരെയെന്ന് ചോദിച്ചാൽ സൗത്ത് ആഫ്രിക്കയാണ്, ദക്ഷിണാഫ്രിക്കയാണ് പരാജയപ്പെടുത്തിയത്. ആരായിരുന്നു ഇന്ത്യയുടെ ക്യാപ്റ്റൻ? ഇന്ത്യയുടെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയായിരുന്നു. രോഹിത് ശർമ്മയുടെ വിശേഷണമാണ് ഹിറ്റ്മാൻ എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് രോഹിത് ശർമ്മയായിരുന്നു. നേരത്തെ പറഞ്ഞ പോയിന്റാണ്. ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരം ആരെന്ന് ചോദിച്ചാലും രോഹിത് ശർമ്മയാണ്. രോഹിത് ശർമ്മ. ഇനി ആരായിരുന്നു സൗത്ത് ആഫ്രിക്കയുടെ ക്യാപ്റ്റൻ? സൗത്ത് ആഫ്രിക്കയുടെ ക്യാപ്റ്റൻ എയ്തൻ മാക്രം ആയിരുന്നു സൗത്ത് ആഫ്രിക്കയുടെ ക്യാപ്റ്റൻ. ഇനി 2023 ലോകകപ്പിൻ്റെ ഫൈനൽ നടന്ന സ്റ്റേഡിയം ഏതാണ്? ഫൈനൽ നടന്ന സ്റ്റേഡിയം വെസ്റ്റ് ഇൻഡീസിലാണ്, ബാർബഡോസ് സ്റ്റേഡിയം. അവിടെ വീണ്ടും ഒരു കറണ്ട് അഫെയർ ഫാക്റ്റ് ഉണ്ട്. ഒരു ചുഴലിക്കാറ്റിനെ പറ്റി നമ്മളൊന്ന് ഓർത്തു വയ്ക്കണം. ബെറിൽ ചുഴലിക്കാറ്റ് വീശിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഈ വെസ്റ്റ് ഇൻഡീസിലെ ബാർബഡോസിലായിരുന്നു. ബാർബഡോസിൽ ആ മത്സരം കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ ഒരു ചുഴലിക്കാറ്റാണ് ബെറിൽ ചുഴലിക്കാറ്റ്. അപ്പോൾ അത് വെസ്റ്റ് ഇൻഡീസ് ഭാഗത്താണ് ബാധിച്ചതെന്ന് കൂടി ഓർത്ത് വയ്ക്കുക. ഇനി നമ്മൾ മുന്നോട്ട് വരുമ്പോൾ 2020 ലോകകപ്പിൻ്റെ ടൂർണമെൻറ്റിൻ്റെ താരം ആരാണെന്ന് ചോദിച്ചാൽ അത് ജസ്പ്രീത് ബുംറ, ഇന്ത്യൻ താരമാണ് ജസ്പ്രീത് ബുംറ. അപ്പോൾ ഇനി നമ്മൾ കുറച്ചുകൂടെ റെക്കോർഡുകളാണ് നോക്കുന്നത്. ടൂർണമെന്റിലെ താരം നമ്മൾ കണ്ടു ജസ്പ്രീത് ബുംറ, ഇന്ത്യൻ ബൗളറാണ് ജസ്പ്രീത് ബുംറ. ബൗളർ എന്ന് പറഞ്ഞാൽ പന്തെറിയുന്ന ആളാണ് ബുംറ.
ഇനി ഫൈനലിലെ താരം ആരായിരുന്നു? ഫൈനൽ മാച്ചിലെ താരം, ആ അവസാന മത്സരം ഫൈനലിലെ താരം ആരാണെന്ന് ചോദിച്ചാൽ അത് വിരാട് കോഹ്ലി ആയിരുന്നു. ഇനി 1-2 റെക്കോർഡുള്ള നമ്മൾ പഠിക്കണം. ആരായിരുന്നു ഈ T20 ലോകകപ്പിലെ ഫൈനലിലെ താരം? ഫൈനലിലെ താരം ആരായിരുന്നു ചോദിച്ചാൽ അത് വിരാട് കോഹ്ലി ആയിരുന്നു. ഇന്ത്യയുടെ മുൻ നായകൻ കൂടിയായിരുന്നു വിരാട് കോഹ്ലി എന്ന് ഓർക്കുക. ഏകദിനത്തിൽ 50 സെഞ്ചുറികൾ പൂർത്തിയാക്കുന്ന ആദ്യ താരവും വിരാട് കോഹ്ലിയാണ്. അപ്പോൾ ടൂർണമെന്റിന്റെ താരം നമ്മൾ ആദ്യമേ പഠിച്ചു, ജസ്പ്രീത് ബുംറ ആയിരുന്നു ടൂർണമെന്റിന്റെ താരം. ഇനി ഒരു 2-3 പേര് നമ്മുടെ ബോർഡിൽ നിങ്ങൾക്ക് കാണാം. ഇതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചാൽ നല്ലതായിരിക്കും. ഏറ്റവും കൂടുതൽ റണ്ണ് നേടിയ താരം, ഏറ്റവും കൂടുതൽ റണ്ണ്, അതായത് ഈ ടൂർണമെന്റ് മൊത്തത്തിൽ ഏറ്റവും കൂടുതൽ റണ്ണ് നേടിയ താരം ആരെന്ന് ചോദിച്ചാൽ ആദ്യത്തെ പേരാണ് റഹ്മാനുള്ള ഗുർബാസ്. റഹ്മാനുള്ള ഗുർബാസ് ആണ് ഏറ്റവും കൂടുതൽ റണ്ണ് നേടിയ താരം. ഇനി അടുത്ത 2 പേരെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരമാണ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരങ്ങളാണ് ഒന്ന് ഫസൽ ഹക്ക് ഫാറൂഖി. ഫസൽ ഹക്ക് ഫാറൂഖി അദ്ദേഹം ഒരു അഫ്ഗാന്റെ താരമാണ്, ഫസൽ ഹക്ക് ഫാറൂഖി. രണ്ടാമത്തെ ആളാണ് അർഷദീപ് സിംഗ്. ഇദ്ദേഹം ഒരു ഇന്ത്യൻ ബൗളറാണ്, അർഷദീപ് സിംഗ്. ആദ്യം പറഞ്ഞ റഹ്മാനുള്ള ഗുർബാസ് എന്ന് പറയുന്ന ആളും അഫ്ഗാന്റെ താരം തന്നെയാണ്, അഫ്ഗാന്റെ താരമാണ്. അപ്പോൾ 2024 ലോകകപ്പ് നടന്നത് എവിടെയാണെന്ന് വ്യക്തമായി ഒന്ന് ഓർത്ത് വയ്ക്കുക. അത് അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലുമായിട്ടായിരുന്നു. ഇനി ഒരു പോയിന്റ് കൂടെ ആണെന്ന് പഠിച്ചു മാറ്റണം. ഈ ലോകകപ്പോടെ, ഈ 2020 ലോകകപ്പോടെ 2020യിൽ നിന്ന് വിരമിച്ച ഇന്ത്യയുടെ 3 സീനിയർ താരങ്ങൾ ആരൊക്കെ എന്നാണ് ചോദ്യമെങ്കിൽ അതിൻ്റെ ഉത്തരം ഒന്ന് ഇന്ത്യയുടെ ക്യാപ്റ്റനായിരുന്ന രോഹിത് ശർമ്മ, രണ്ടാമത്തെ ആള് വിരാട് കോഹ്ലി, മൂന്നാമത്തെ ആള് രവീന്ദ്ര ജഡേജ. അപ്പോൾ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, രവീന്ദ്ര ജഡേജ ഈ 3 പേരാണ് ഈ ലോകകപ്പോടെ ഇന്ത്യൻ ടീമിനോട് 2020ൽ നിന്ന് വിട പറഞ്ഞ് വിരമിച്ചത്. അപ്പോൾ ഓർക്കേണ്ട വേറൊരു കാര്യം, ആരായിരുന്നു ഇന്ത്യയുടെ കോച്ച്? നമ്മൾ കണ്ടുള്ള പോയിന്റാണ്. പല എക്സാമുകളിലും ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം ഖത്തർ ലോകകപ്പിൽ നിന്നൊക്കെ വിജയിച്ച ടീമിന്റെ കോച്ചിനെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ കോച്ച് ആരായിരുന്നു? ആ ഒരു ചോദ്യം വന്നാൽ അതിന്റെ ഉത്തരം രാഹുൽ ദ്രാവിഡ് ആണ്. രാഹുൽ ദ്രാവിഡ് തന്നെയായിരുന്നു 2024 2020 ലോകകപ്പിന്റെയും 2023 ഏകദിന ലോകകപ്പിന്റെയും ഇന്ത്യയുടെ കോച്ച് രാഹുൽ ദ്രാവിഡ് തന്നെയായിരുന്നു. ദ്രാവിഡ് ഇന്ത്യയുടെ ഒരു മുൻ പ്ലെയർ കൂടെ ആയിരുന്നെന്നും ഓർത്തു വയ്ക്കുക. അപ്പോൾ രാഹുൽ ദ്രാവിഡ് ഈ ലോകകപ്പോടെ ഇന്ത്യയിൽ നിന്ന് വിരമിച്ചു, കോച്ച് സ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറി. ഇപ്പോൾ ഇന്ത്യയുടെ കോച്ച് രാഹുൽ ദ്രാവിഡ് അല്ല. അവിടെ PSC ചോദിച്ച ചോദ്യമാണ്, നിലവിൽ ആരാണ് ഇന്ത്യയുടെ കോച്ച്? നിലവിലെ ഇന്ത്യയുടെ കോച്ച് അല്ലെങ്കിൽ പരിശീലകൻ എന്ന് പറയുന്നത് ഗൗതം ഗംഭീർ ആണ്. ഗൗതം ഗംഭീർ ആണ് നിലവിൽ ഇന്ത്യയുടെ കോച്ച്. അദ്ദേഹം 3 ഫോർമാറ്റ് ചോദിച്ചാലും, ടെസ്റ്റ്, ഏകദിനം, 2020 ഈ 3 ഫോർമാറ്റ് ചോദിച്ചാലും ഗൗതം ഗംഭീർ ആണ് ഇന്ത്യയുടെ കോച്ച്. ഇനി അവിടെ വേറൊരു കാര്യം കൂടെ, 2020 രോഹിത് ശർമ്മ റിട്ടയർ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണെങ്കിൽ ആരാണ് ഇന്ത്യയുടെ പുതിയ 2020 നായകൻ? അങ്ങനെ ചോദ്യം വന്നാൽ അതിൻ്റെ ഉത്തരം സൂര്യകുമാർ യാദവ്. അതേസമയം ഏകദിനവും ടെസ്റ്റുമാണ് ചോദിക്കുന്നതെങ്കിൽ ഇപ്പോഴും അത് രോഹിത് ശർമ്മ തന്നെയാണ്. ഇനി നമ്മൾ പഠിക്കേണ്ടത് 2 പ്രധാന ചാമ്പ്യൻഷിപ്പുകൾ, പുരുഷ ടൂർണമെന്റുകളാണ് നമ്മൾ പഠിച്ചത്. ഇനി ഇതേപോലെ തന്നെ നമ്മൾ വനിതാ ടൂർണമെന്റുകൾ കൂടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വനിതാ 2020 ലോകകപ്പ് ആദ്യം നോക്കാം. ഇപ്പൊ നമ്മൾ തീർത്തത് ഏകദിന പുരുഷ 2020 ലോകകപ്പാണ് നമ്മളിപ്പോൾ കഴിഞ്ഞത്. അപ്പോൾ ഇനി വനിതാ 2020 ലോകകപ്പ് 2024 ഇതിന്റെ വേദി എവിടെയായിരുന്നു ചോദിച്ചാൽ UAE-യിലായിരുന്നു. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. ഇനി UAE-യിൽ തന്നെ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ദുബായിലായിരുന്നു മത്സരങ്ങൾ നടന്നത്. അപ്പോൾ അവിടെ ആദ്യമായിട്ട് നമ്മൾ ഓർക്കേണ്ടത്, എന്തുകൊണ്ടാണ് 2024 ലോകകപ്പ് UAE-യിൽ നടത്താൻ തീരുമാനിച്ചത്? ആദ്യം അത് UAE-യിലല്ല, ബംഗ്ലാദേശിലാണ് 2020 ലോകകപ്പ് നടത്താൻ നിശ്ചയിച്ചിരുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് UAE-യിലേക്ക് മാറിയത്? നിങ്ങൾക്കറിയാം, ബംഗ്ലാദേശിലൊരു അധികാര കൈമാറ്റം ഉണ്ടായി. ഷെയ്ഖ് ഹസീനയായിരുന്നു ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി. എന്നാൽ അവിടെ സംവരണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ പ്രക്ഷോഭം ഉണ്ടാവുകയും ഷെയ്ഖ് ഹസീനയ്ക്ക് ആ സ്ഥാനം രാജിവെക്കേണ്ടി വരികയും ചെയ്തു. അങ്ങനെ പുതിയൊരു സർക്കാർ അധികാരമേറ്റു. പുതിയൊരു സർക്കാർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു മുഖ്യ ഉപദേശകനായിട്ട് അധികാരമേറ്റത് മുഹമ്മദ് യൂനസ് ആണ്. നിങ്ങൾക്കറിയാം, പാവങ്ങളുടെ ബാങ്കർ എന്നറിയപ്പെടുന്നതാണ് മുഹമ്മദ് യൂനസ്.
അദ്ദേഹമാണ് നിലവിൽ ബംഗ്ലാദേശിന്റെ ഭരണാധികാരി അല്ലെങ്കിൽ മുഖ്യ ഉപദേശകൻ എന്ന് പറയുന്നത് അദ്ദേഹമാണ്. പ്രധാനമന്ത്രിയുടെ പദവി വഹിക്കുന്ന വ്യക്തിയാണ് മുഹമ്മദ് യൂനസ് എന്ന് ഓർക്കുക. അങ്ങനെ ആ സംഘടന അല്ലെങ്കിൽ ആ ഒരു പ്രക്ഷോഭം അവിടെ നടന്നത് കൊണ്ടാണ് ബംഗ്ലാദേശിൽ നിന്ന് ടൂർണമെന്റ് UAE മാറ്റിയത്. അപ്പോൾ അവിടെയുള്ള ചോദ്യം, ഈ ലോകകപ്പ് 2020 ലോകകപ്പ് വിജയിച്ച രാജ്യം ഏതാണ്? വിജയിച്ച രാജ്യം ന്യൂസിലാൻഡാണ് വിജയിച്ചത്. അതേസമയം ആരെ പരാജയപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ സൗത്ത് ആഫ്രിക്കയെ തന്നെയാണ്. അപ്പോൾ അത് പഠിക്കാൻ എളുപ്പമായി. 2020 ലോകകപ്പിൽ ഇന്ത്യ ആരെ പരാജയപ്പെടുത്തിയാണ് വിജയിച്ചതെന്ന് ചോദിച്ചാലും സൗത്ത് ആഫ്രിക്കയാണ്. അതേപോലെ തന്നെ വനിതാ ലോകകപ്പിലും സൗത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തി ന്യൂസിലൻഡാണ് കിരീടം നേടിയത്. അതേപോലെ എത്രാമത് വനിതാ 2020 ലോകകപ്പാണ് 2024 നടന്നതെന്ന് ചോദിച്ചാൽ 9ാമത്തെ വനിതാ ലോകകപ്പാണ്. ഇനി നിങ്ങൾ അവിടെ പഠിക്കേണ്ട കാര്യമാണ്, ഈ ലോകകപ്പ് കളിച്ച 2 മലയാളി താരങ്ങളുണ്ട്. ലോകകപ്പ് ടീമിൽ ഇടം നേടിയ 2 മലയാളി താരങ്ങളുണ്ട്. അത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ആശാ ശോഭന, രണ്ടാമത്തെ ആള് സജന സജീവൻ. അപ്പൊ ആശാ ശോഭനയും സജന സജീവനുമാണ് പങ്കെടുത്ത മലയാളികൾ. അതേസമയം ഇന്ത്യക്ക് വേണ്ടി ആദ്യമായിട്ട് മത്സരത്തിൽ പങ്കെടുത്ത മലയാളി താരം ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് മിന്നു മണി. ഇവിടെ ഞാൻ പറഞ്ഞത് 2020 ലോകകപ്പിൽ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന മലയാളി താരങ്ങൾ ചോദിച്ചാലാണ് ആശാ ശോഭനയും സജന സജീവനും. അപ്പോൾ ഈ കാര്യം 2024 ലോകകപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി എന്നാണ് ആദ്യമായിട്ട് ഒരു 2020 ലോകകപ്പ് നടന്നത്? അതാണ് ചോദ്യമെങ്കിൽ 2009 ആദ്യത്തെ 2020 ലോകകപ്പ് നടന്നത്. 2009 നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാലും ഇംഗ്ലണ്ടിലാണ്. വിജയിച്ച രാജ്യം ചോദിച്ചാലും ഇംഗ്ലണ്ട് തന്നെയാണ്. അപ്പോൾ ഇതാണ് വനിതാ 2020 ലോകകപ്പിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ മുന്നോട്ട് വരുമ്പോൾ വനിതാ ഏകദിന ലോകകപ്പാണ്. വനിതാ ഏകദിന ലോകകപ്പ് നമുക്കറിയാം 1975 പുരുഷ ലോകകപ്പ് ആദ്യമായിട്ട് തുടങ്ങിയത്. എന്നാൽ വനിതാ ലോകകപ്പ് ആദ്യമായിട്ട് തുടങ്ങിയത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1973 73 ആദ്യത്തെ വനിതാ ലോകകപ്പ് നടന്നത്. ആ നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാലും ക്രിക്കറ്റിന്റെ ജന്മദേശം തന്നെ, ക്രിക്കറ്റിന്റെ ജന്മദേശമായ ഇംഗ്ലണ്ടിലാണ് നടന്നത്. ആ ലോകകപ്പ് വിജയിച്ചത് ഇംഗ്ലണ്ടാണ്. ഇനി ഇന്ത്യ 4 തവണ വനിതാ ലോകകപ്പിന് വേദിയായിട്ടുണ്ട്. അത് ഏതൊക്കെ വർഷങ്ങളിലാണെന്ന് ചോദിച്ചാൽ 1978, 1997, 2013. ഇതുവരെ 3 തവണ വേദിയായി. ഇനി 4ാമത് 2025 ഇന്ത്യ വേദിയാവും. അങ്ങനെ 2025 ആകുമ്പോഴത്തേക്ക് ഇന്ത്യ 4 തവണ വേദിയാവും. അപ്പൊ ഇതുവരെ എത്ര തവണ വേദിയായിട്ടുണ്ടെന്ന് ചോദിച്ചാൽ 3 തവണ. 4ാമത്തെ തവണ ആവുന്നത് 2025. അപ്പൊ ആ വർഷങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഓർക്കുക. 1978 അതിനൊരു പ്രത്യേകത കൂടെ ഉണ്ട്. വനിതാ ലോകകപ്പിന്റെ 2ാമത്തെ ലോകകപ്പ് നടന്നതും 1978. അപ്പൊ 1978 ആദ്യ തവണ, 2ാമത് 1997, 3ാമത് 2013, 4ാമത് 2025. ഇപ്പൊ 2025 4ാമത്തെ തവണ ഇവിടെ ഇന്ത്യയിൽ നടക്കും. അപ്പൊ ഇനി നമ്മൾ പഠിക്കേണ്ടത് അവസാനമായി നടന്ന ലോകകപ്പാണ്. അവസാനമായി നടന്ന വനിതാ ഏകദിന ലോകകപ്പ് 2022. അപ്പോൾ അതിൻ്റെ വേദി ന്യൂസിലൻഡിലായിരുന്നു. 2022 വനിതാ ലോകകപ്പ് നടന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ന്യൂസിലൻഡിലായിരുന്നു. വിജയിച്ച രാജ്യം ചോദിച്ചാൽ ഓസ്ട്രേലിയയാണ്. 2023 പുരുഷ ലോകകപ്പും ജയിച്ചത് ഓസ്ട്രേലിയയാണെന്ന് നമുക്കറിയാം. അതേസമയം ആരെ പരാജയപ്പെടുത്തിയാണ് വനിതാ ലോകകപ്പിൽ ഓസ്ട്രേലിയ വിജയിച്ചതെന്ന് ചോദിച്ചാൽ അത് ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയാണെന്ന് കൂടി ഓർത്ത് വയ്ക്കുക. ഈ കാര്യങ്ങളാണ് നമുക്ക് ODIയും T20യും ഏകദിനവും 2020യുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി രാജ്യാന്തര തലത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു ടൂർണമെന്റ് കൂടെ ഉണ്ട്. അതാണ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ്. അപ്പോൾ പൊതുവിൽ 2019 വരെ രാജ്യാന്തര തലത്തിൽ ടെസ്റ്റിന് ഒരു ലോകകപ്പോ അല്ലെങ്കിൽ അങ്ങനെ ഇല്ലായിരുന്നു. അപ്പോൾ ടെസ്റ്റിന് ആദ്യമായിട്ടൊരു ലോകത്തുള്ള ടീമുകളെ പങ്കെടുപ്പിച്ച് ആദ്യത്തെ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് 2019, 2021 കാലങ്ങളിലാണ്. അപ്പോൾ ആദ്യത്തെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നടന്ന വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 2019, 2021. ഓരോ 2 വർഷം കൂടുമ്പോഴും ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നടക്കും. ഓരോ 2 വർഷത്തിലും ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ആദ്യത്തെ ചാമ്പ്യൻഷിപ്പ് 2019, 2021, അടുത്ത 2021, 2023 നടക്കും. പിന്നെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് 2023, 2025 മൂന്നാമത്തെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പാണ്. 2 വർഷം നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റ് തന്നെയാണ് ഇത്. അപ്പോൾ നമ്മൾ ഇനി ആദ്യം പഠിക്കേണ്ടത്
2019-21 ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ്. ഇത് 2019-21 ആദ്യ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് വിജയിച്ചത് ന്യൂസിലൻഡാണ് വിജയിച്ചത്. പരാജയപ്പെടുത്തിയത് ഇന്ത്യയെ, വിജയിച്ചത് ന്യൂസിലൻഡിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു കെയ്ൻ വില്യംസൺ. അതേസമയം 2019-21 ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആരായിരുന്നു ചോദിച്ചാൽ അത് വിരാട് കോഹ്ലി. ഈ കാര്യം ഒന്നോർത്ത് വയ്ക്കുക. ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് രണ്ടാമത്തെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നടന്നത് 2021 മുതൽ 2023 വരെയാണ്. ഇതിൽ വിജയിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഓസ്ട്രേലിയയാണ്, പരാജയപ്പെടുത്തിയത് ഇന്ത്യയെ തന്നെയാണ്. അപ്പോൾ 2 തവണയും ഫൈനലിൽ എത്തിയ രാജ്യം ചോദിച്ചാൽ അത് ഇന്ത്യയാണ്. ആ ചോദ്യം PSCന് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വിജയിച്ച രാജ്യം 2021-23 രണ്ടാമത്തെ ടൂർണമെന്റ് വിജയിച്ച രാജ്യം ഓസ്ട്രേലിയയാണ്, പരാജയപ്പെടുത്തത് ഇന്ത്യയാണ്. അപ്പോൾ 2021-23 ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് ആയിരുന്നു. അതേസമയം ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആരായിരുന്നു ചോദിച്ചാൽ അത് രോഹിത് ശർമ്മയായിരുന്നു. ആ പോയിന്റ് അവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. 2019-21 ഇന്ത്യയുടെ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയും അതേസമയം 2021-23 ഇന്ത്യയുടെ ക്യാപ്റ്റൻ ചോദിച്ചാൽ അത് രോഹിത് ശർമ്മയുമായിരുന്നു. അപ്പോൾ ഇതുവരെ നമ്മൾ ക്രിക്കറ്റ് എന്താണെന്ന് മനസ്സിലാക്കി, ക്രിക്കറ്റിന്റെ പ്ലെയർമാരുടെ എണ്ണം, കളിക്കാരുടെ എണ്ണം നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം ക്രിക്കറ്റിന്റെ ഫോർമാറ്റുകളെ കുറിച്ച് നമുക്ക് സവിസ്തരം മനസ്സിലായി കഴിഞ്ഞു. പിന്നെ ക്രിക്കറ്റിന്റെ ടൂർണമെന്റ്, പ്രധാനപ്പെട്ട ഏകദിന ലോകകപ്പുകൾ, അത് പുരുഷന്മാരുടെയും വനിതകളുടേതും നോക്കി. ശേഷം 2020 ലോകകപ്പുകൾ നമ്മൾ നോക്കി, ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നോക്കി. അങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ വരുന്ന എല്ലാ ചാമ്പ്യൻഷിപ്പുകളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ചില പ്രമുഖരായിട്ടുള്ള മലയാളി താരങ്ങളെയാണ് നമ്മൾ നോക്കുക. അപ്പോൾ അതിൽ ആദ്യമായിട്ട് നമ്മൾ പരാമർശിക്കേണ്ട ആളാണ് ടിനു യോഹന്നാനാണ് ടെസ്റ്റ് ടീമിൽ കളിച്ച ആദ്യത്തെ മലയാളി. അപ്പോൾ ടെസ്റ്റ് ടീമിൽ കളിച്ച ആദ്യ മലയാളി ആരെന്ന് ചോദിച്ചാൽ അത് ടിനു യോഹന്നാനാണ്. ഇനി രണ്ടാമത്തെ താരം ആണ് എസ് ശ്രീശാന്ത് ആണ്. കേരള എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന താരമാണ് എസ് ശ്രീശാന്ത്. ഏകദിനത്തിലും ടെസ്റ്റിലും 50 വിക്കറ്റ് നേടുന്ന ആദ്യ മലയാളി താരം ആരെന്ന് ചോദിച്ചാലും എസ് ശ്രീശാന്ത് ആണ്. അതേപോലെ 2007 2020 ലോകകപ്പിലും 2011 ഏകദിന ലോകകപ്പിലും പങ്കെടുത്ത മലയാളി താരമാണ് എസ് ശ്രീശാന്ത്. അടുത്ത താരമാണ് സഞ്ജു സാംസൺ. നമുക്കറിയാം, നിലവിൽ ഇന്ത്യൻ ടീമിലുള്ള ഒരു അംഗം കൂടിയാണ് സഞ്ജു സാംസൺ. അപ്പോൾ സഞ്ജു സാംസൺ 2024 2020 ലോകകപ്പിൽ പങ്കെടുത്ത മലയാളി താരമാണ്. മത്സരങ്ങൾ പങ്കെടുത്തില്ലെങ്കിൽ പോലും ആ ടീമിൽ ഉണ്ടായിരുന്ന ഒരു അംഗമായിരുന്നു സഞ്ജു സാംസൺ. അതേപോലെ തുടർച്ചയായിട്ട് 2 സെഞ്ചുറി നേടുന്ന 2020 തുടർച്ചയായി 2 സെഞ്ചുറി നേടുന്ന ആദ്യ താരം എന്ന ബഹുമതിയും സഞ്ജു സാംസന്റെ പേരിൽ ഉള്ളതാണ്. അത് ഈ ഇടക്കാലത്ത്, ഈ അടുത്ത് വന്ന ഒരു റെക്കോർഡ് കൂടിയാണ് അത്. അപ്പോൾ സഞ്ജു സാംസൺ എന്ന നിലയിൽ അതുകൂടി ഓർക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടത് ക്രിക്കറ്റിനോടനുബന്ധിച്ച കുറച്ച് വിവരണങ്ങളുമാണ്. ക്രിക്കറ്റിലെ കളിക്കാരുടെ എണ്ണം, ആ പൊതുവായ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിലുള്ള ടൂർണമെന്റും കണ്ടിട്ടുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.